സെയ്ദ് ബിൻ ഹാരിഥ റളിയല്ലാഹു അൻഹു. ഉമ്മയോടൊപ്പം ബനു മഅമൻ ഗോത്രത്തിലെ ബന്ധുക്കളെ സന്ദർശിക്കാൻ പോയതായിരുന്നു സെയ്ദ്. ബനു മഅമൻ ഗോത്രത്തിനെതിരിൽ പെട്ടെന്നുണ്ടായ ശത്രുക്കളുടെ ആക്രമണത്തിൽ ബന്ദിയായി പിടിക്കപ്പെട്ട സെയ്ദിനെ പിന്നീട് ഖദീജയുടെ സഹോദരപുത്രൻ ഹക്കീം ബിൻ ഹുസാം ഉക്കാദ് ചന്തയിൽ നിന്ന് വാങ്ങി അമ്മായിക്ക് സമ്മാനമായി നൽകുകയും ചെയ്തു. വിവാഹ ദിവസം ഖദീജ ബീവി നബിക്കൊരു അടിമയെ സമ്മാനിച്ചു. 15 വയസ്സുകാരനായ സെയ്ദിന് പിൽക്കാലത്ത് മകനെക്കുറിച്ച് കേട്ടറിഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകാൻ തൻ്റെ പിതാവ് വന്നപ്പോഴും പ്രവാചകന്റെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്തു. അദ്ദേഹം സദാ ഒരു സേവകനെപ്പോലെ പ്രവാചകന്റെ കൂടെയായി. പിന്നീട് ഊണിലും ഉറക്കിലും പ്രവാചകന്റെ പരിചാരകനായി സെയ്ദ്. പ്രവാചകന് സെയ്ദിനോടുള്ള സ്നേഹം കാരണം സെയ്ദുൽ ഹിബ് റസൂലുള്ള എന്നും അദ്ദേഹം അറിയപ്പെട്ടു. ധീരയോദ്ധാവും അമ്പെയ്ത്ത് വിദഗ്ധനുമായിരുന്നു അദ്ദേഹം. 7 യുദ്ധങ്ങളിൽ അമീറായും സെയ്ദ് റളിയല്ലാഹു അൻഹു നിയോഗിതനായി. ഖുർആനിൽ പേര് ഉദ്ധരിക്കപ്പെട്ട ഏക സ്വഹാബിയാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു. ബസറയിലെ രാജാവിനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ കത്തുമായി പോയ ഹാരിസ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവെ മുഅത്തയിൽ വെച്ച് ഗസാബിലെ നാട്ടുവാഴിയായ ശുറഹ്ബിൽ ഇബ്നു അംർ വധിച്ചു. റോമക്കാരുടെ ഈ പ്രകോപനത്തിനെതിരെ പ്രവാചകൻ 3000 പടയാളികളടങ്ങിയ സൈന്യത്തെ അയച്ചു. ആ ധീര സ്വഹാബി മുഅത്ത യുദ്ധത്തിൽ മുസ്ലിം സൈന്യത്തിന് നായകത്വം വഹിച്ചുകൊണ്ടിരിക്കെ രക്തസാക്ഷിയാവുകയും ചെയ്തു.